കോമ്പൗണ്ടിങ്ങിനെ എട്ടാം ലോകമഹാത്ഭുതം എന്ന് വിളിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. വെറും 1000 രൂപയുടെ പ്രതിമാസ SIP 3.5 കോടി രൂപയായി എങ്ങനെ വളരുന്നു എന്നത് അതിനൊരു ഉദാഹരണമാണ്. ഒരു നിശ്ചിത തുക പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നിങ്ങൾ 1000 രൂപ പ്രതിമാസം 17% റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 30 വയസ്സുണ്ടെന്ന് വയ്ക്കുക. അടുത്ത ഒരു 30 വർഷം വരെ നിങ്ങൾക്ക് ഈ SIP കണ്ടിന്യൂ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ 60-ാമത്തെ വയസ്സിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് മൂല്യം ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും. നിങ്ങൾ വെറും 3,60,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 1 കോടി രൂപ നിങ്ങൾക്ക് ലഭിക്കും. ഇത് വളരെ വലിയൊരു SIP മാജിക് ആണ്. വെറും 1000 രൂപ കൊണ്ട് നിങ്ങൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ 1000 രൂപ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ പൈസ വരുമ്പോൾ 1000 എന്നത് കൂട്ടി ഒരു 1500 അല്ലെങ്കിൽ അതിൽ കൂടുതലോ അടയ്ക്കാൻ കഴിഞ്ഞാൽ ഈ 1 കോടി റിട്ടേൺ എന്നത് പല മടങ്ങുകളായിട്ട് മാറും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. SIP ടോപ്പപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ SIP ടോപ്പപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി 1000 രൂപ എങ്ങനെ 3 കോടി രൂപയായി മാറും എന്ന് നമുക്ക് നോക്കാം. അതാണല്ലോ നമ്മുടെ വീഡിയോയുടെ ഈ തംബ്നെയിൽ. ഇവിടെ നിങ്ങൾ 40 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 1000 രൂപ ഒരു 15% റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 60-ാമത്തെ വയസ്സിൽ 3 കോടി രൂപയുടെ മൂല്യമുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം എത്ര രൂപയാണെന്ന് അറിയാമോ? 4,80,000 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് കിട്ടുന്നതോ 3,14,00,000. ഇനി ഈ 1000 രൂപയ്ക്ക് പകരം ഒരു 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇത് 40 വർഷം ഏകദേശം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയും ഒരു 10% വെച്ച് നിങ്ങൾ ഇതിന് വർധന വരുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന തുക 10 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും. നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു SIP ടോപ്പപ്പിനെ പറ്റി. അപ്പോൾ ഈ SIP ടോപ്പപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള SIP എമൗണ്ടിനേക്കാളും എമൗണ്ട് വെച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരിക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇനി ചെയ്യാം. അപ്പോൾ അതിൽ SIP ടോപ്പപ്പും പലതരത്തിലുള്ള ടോപ്പപ്സ് ഉണ്ടായിരിക്കും. അതിനെ പറ്റിയിട്ടെല്ലാം സംസാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തംബ്നെയിൽ കണ്ട പോലെ വെറും 1000 രൂപയാണ് നിങ്ങൾ മുടക്കുന്നത്. 1000 രൂപ എന്ന് പറഞ്ഞാണെങ്കിൽ ഇന്നത്തെ കാലത്ത് മാസം 1000 രൂപ എല്ലാവർക്കും മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എമൗണ്ട് തന്നെയാണ്. ആ 1000 രൂപ വെച്ച് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കാലം, അതായത് ആ ഒരു കാലത്തേക്കാണ് നമ്മൾ ഇത് എയിം ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇതൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമല്ല. 1000 രൂപ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ നിങ്ങളൊരു 30 വയസ്സുള്ള ആണെങ്കിൽ അടുത്ത 30 വർഷം വരെ, ഇപ്പോൾ 20 വയസ്സുള്ള ആളാണെങ്കിൽ അടുത്ത 40 വർഷം വരെ. അപ്പോൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യണം. മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും പോവാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ റിസൾട്ട് വരുന്ന ഒരു ഡേ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷായി. അതിനുശേഷം മാർക്കറ്റ് വളരെയധികം ഉയർന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നവരുടെ അവർ വളരെ നല്ല രീതിയിൽ അത് ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ്സ് അവർക്ക് വാങ്ങിക്കാൻ കിട്ടി. കാരണം എന്താണ്, മാർക്കറ്റ് വളരെ വലിയൊരു ക്രാഷ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് നല്ല രീതിയിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ്സ് ഇവർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ആളുകൾക്ക് പിന്നെ ഇനിയിപ്പോൾ പിറ്റേ ദിവസം മാർക്കറ്റ് ഉയർന്നപ്പോഴും അല്ലെങ്കിൽ ഇനി ഉയർന്നു കൊണ്ടിരിക്കുമ്പോഴും അപ്പോൾ അവർക്ക് ആ നേരത്തെ ചീപ്പായിട്ട് കിട്ടിയ യൂണിറ്റ്സ് വളരെ ഉയർന്ന തുകയ്ക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ മാജിക് എന്ന് വെച്ചാണെങ്കിൽ ഇത് ആവറേജ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റിന്റെ പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകും. മാർക്കറ്റ് നല്ല രീതിയിൽ ബൂം ഉണ്ടായിരിക്കും, മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്തെല്ലാം നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ യൂണിറ്റ്സിന്റെ മൂല്യം വളരെ നല്ല രീതിയിൽ ആവറേജ് ആവുകയും ഇനി 40 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞ് നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു റിട്ടയർമെന്റ് പ്ലാൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും കാണും സർക്കാർ ജോലി അല്ലെങ്കിൽ അതിനൊരു പെൻഷൻ എന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ പെൻഷൻ ഇല്ലാത്ത ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു പ്രധാന പ്രശ്നം റിട്ടയർമെന്റിന് ശേഷം എങ്ങനെ നമുക്ക് ഒരു പെൻഷൻ സ്ഥിര വരുമാനം ഉണ്ടാകും എന്നതൊരു എല്ലാവരും ഒരു ടെൻഷൻ കൂടിയാണ്. അപ്പോൾ അതാണല്ലോ ഗവൺമെന്റ് ജോലിക്ക് ഇത്രയും വലിയൊരു
ഡിമാൻഡും ഒരു സ്റ്റെബിലിറ്റി ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ ഒരു പെൻഷൻ സിസ്റ്റം അവരുടെ കയ്യിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇനി അത് ആലോചിച്ച് ശരിക്കും വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു 1000 രൂപയെങ്കിലും മാറ്റി വയ്ക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 30 വർഷം എത്രയാണോ നിങ്ങളുടെ ആ ഒരു റിട്ടയർമെന്റ് ഏജ്, ആ ഒരു സമയത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വരികയും അത് പിന്നെ ബാങ്കിൽ FD ഇടുകയോ അല്ലെങ്കിൽ എല്ലാ രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങളിപ്പോൾ 30 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് ആ ഒരു ഏജ് ബ്രാക്കറ്റിൽ വരുന്ന ആളല്ലെങ്കിൽ എത്ര വയസ്സിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ഒരു 1000 രൂപയുടെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു 1000 രൂപ കൊണ്ട് ഉണ്ടാകുന്ന ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ വലിയൊരു റിട്ടേൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയൊരു എമൗണ്ട്, വളരെ വലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1000 എന്നുള്ള സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഏജ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു 30, 35, 40 വയസ്സുകളാണെങ്കിൽ ചിലപ്പോൾ 10,000 ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഏജ് ഫാക്ടറും ഇതിലൊരു ഇതാണ്. ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാലാവധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഏജിൻ്റെ ഒരു നമ്പർ വെച്ചത്. ഇപ്പോൾ ഒരു 60 വയസ്സ് ഒരു റിട്ടയർമെൻറ്റ് ഏജ് ആണെങ്കിൽ നിങ്ങളൊരു 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു വലിയൊരു നേട്ടം നമുക്ക് വരിക. അപ്പോൾ ഏജ് കുറയുന്നതോറും നിങ്ങൾ എമൗണ്ട് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്ഷമയോടുകൂടി, പേഷ്യൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കീ. നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയാണെങ്കിൽ, അതുപോലെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന് ചെറിയ രീതിയിൽ ടോപ്പ് അപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയൊരു റിട്ടേൺ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നേടാം. പക്ഷെ ഇതിൽ എപ്പോഴും പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. മാർക്കറ്റിന്റെ ഉയർച്ചകളും താഴ്ചകളും ഇതിനെ ബാധിക്കാം. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്ത് 100% നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുമെന്നല്ല അതിൽ പറഞ്ഞു തരുന്നത്. ഈ ഒരു ആവറേജ് ആണ്. മാർക്കറ്റ് ഇത്ര കാലം ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു അതിനനുസരിച്ചിട്ടുള്ളതാണ് ഈ റിട്ടേൺസും ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെയും ഇങ്ങനെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇതെല്ലാം ഒരു പ്രിഡിക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ, ചിലപ്പോൾ മാർക്കറ്റ് റിക്കവർ ആയിന്ന് വരില്ല. അപ്പോൾ വളരെ വലിയൊരു തകർച്ച വന്ന് മാർക്കറ്റ് ചിലപ്പോൾ റിക്കവർ ചെയ്ത് എടുക്കാൻ 1, 2, ചിലപ്പോൾ 3, 4 വർഷം എടുക്കുമായിരിക്കാം. പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് 30 വർഷത്തെയും 40 വർഷത്തെയും കാലഘട്ടങ്ങളിലായി ആണ്. അപ്പൊ ആ ഒരു കാലഘട്ടം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതില് നമ്മൾ ഒരു റിട്ടേൺ വരും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ പറയുന്നത്. അല്ലാതെ ഇത് മാർക്കറ്റായിട്ട് ലിങ്ക് ചെയ്ത കാരണം മാർക്കറ്റിന്റെ എല്ലാ തരത്തിലുള്ള നഷ്ടസാധ്യതകളും മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അത് നഷ്ടം കുറയ്ക്കാൻ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ പലതരത്തിലുള്ള ഫണ്ടുകളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിലും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിസ്ക് കുറഞ്ഞ ഫണ്ട് ഉണ്ട്, റിസ്ക് കൂടിയ ഫണ്ട് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ചെറിയ കാലഘട്ടത്തേക്കല്ല, ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു എമൗണ്ട് തന്നെ, മന്ത്ലി ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു റിട്ടേൺ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.